നമ്മുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ചേർത്ത് വെച്ച് വലതുകരം നമ്മുടെ ശിരസിലേക്ക് വെച്ച് നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, നാളിതുവരെ അങ്ങ് ഞങ്ങളിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ സമ്പത്ത് അറിഞ്ഞോ അറിയാതെയോ ദുരുപയോഗിച്ചതിനെ പ്രതി ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കടബാധ്യതയും അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അങ്ങ് ആശ്രയിക്കുന്ന ഞങ്ങളെ ഞങ്ങളുടെ ഈ കടബാധ്യതയിൽ നിന്ന് രക്ഷിക്കണമേ. പിതാവേ, അങ്ങ് കാരുണ്യം വർഷിച്ച് ഞങ്ങളുടെ പാപകടങ്ങൾ ക്ഷമിക്കണമേ. അലിവ് തോന്നി ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെപ്പോലെ പ്രതിസന്ധിയിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന അങ്ങേ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദിവികാരണീശോയെ, ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ മേൽ, പ്രതിസന്ധികളുടെ മേൽ കരുണ വർഷിക്കണമേ. നമ്മുടെ ബിസിനസ് മേഖലയെ നമുക്ക് സമർപ്പിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 6-ാം തിരുവചനം: നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ, അവിടെ നിന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ഇസ്രായേൽ ജനതയ്ക്ക് മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ മന്നയും കാടപ്പക്ഷിയും നൽകി സംരക്ഷിച്ച ദൈവം ഇതാ നിന്റെ ബിസിനസ് മേഖലയെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. കർത്താവായ യേശുവേ, ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന വ്യാപാരങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അതിലൂടെ ഞങ്ങൾ അനുഭവിക്കുന്ന ഓരോ അസ്വസ്ഥതകള്, കടബാധ്യതകള് ഈശോയെ സമർപ്പിക്കുന്നു. ബിസിനസ്സിലെല്ലാ തകർച്ചകളെയും തടസ്സങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 2-ാം തിരുവചനം: ഇതാ ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടുക്കുകയും ചെയ്ത വചനത്തിന്റെ ശക്തിയാൽ കർത്താവായ ഈശോയെ, ബിസിനസ് തകർച്ചകൾ മൂലം, തടസ്സങ്ങൾ മൂലം വേദനിക്കുന്ന ഓരോ സഹോദരങ്ങളെയും അനുഗ്രഹിക്കണമേ. നിയമാവർത്തന പുസ്തകം 15-ാം അധ്യായം 10-ാം തിരുവചനം: നിന്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും, നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ജോലി, നിന്റെ പ്രവൃത്തി, നിന്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുന്ന നിമിഷങ്ങളാണ്. ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ, ഞങ്ങളങ്ങേത് ആരാധിക്കുന്നു, ഞങ്ങളിതാ സ്തുതിക്കുന്നു. മനുഷ്യമകൾക്ക് ജീവസാധാരണത്തിനായി വിവിധ മാർഗങ്ങളാണല്ലോ അങ്ങ് നൽകുന്നത്. വലുതും ചെറുതുമായതും എളുപ്പമുള്ളതും കഷ്ടപ്പാട് നിറഞ്ഞതുമായ ജോലികൾ ഓരോരുത്തർക്കും അനുയോജ്യമായ രീതിയിൽ അങ്ങ് നൽകി അനുഗ്രഹിക്കുന്നുവല്ലോ. ഈശോയെ, ഞങ്ങളിപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന ഈ ജോലി നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ജോലിയില്ലാതെ വേദനിക്കുന്ന ഓരോ മക്കളുടെ മേലും നിന്റെ കൃപ വർഷിക്കണമേ. ഈ ജോലിയുടെ എല്ലാ കഷ്ടപ്പാടുകളും ഞങ്ങളുടെ പീഡാനുഭവത്തോട് ചേർത്ത് വെച്ച് ഞങ്ങളിതാ പ്രാർത്ഥിക്കുക. എല്ലാ തൊഴിലാളികളുടെയും ഐശ്വര്യപൂർണമായ ഭാവിക്ക് വേണ്ടി ഞങ്ങൾ ഈ പ്രാർത്ഥന ഞങ്ങളുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ദിവികാരണീശോയെ, കരുണ വർഷിക്കണമേ. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ നമുക്കെല്ലാവർക്കും വലതുകരം നമ്മുടെ ശിരസിലേക്ക് വെക്കാം. വലതുകരം ശിരസിലേക്ക് വെക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികളെ നമുക്ക് മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാം. ബിസിനസ്സിലെ തകർച്ചകളായിരിക്കാം, ജോലിയില്ലാതെ വേദനിക്കുന്ന അവസ്ഥകളായിരിക്കാം, കടബാധ്യതകളായിരിക്കാം. ഈശോയിത ഈ നിമിഷം നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നീ ഏത് നഗരത്തിലാണോ അവിടെ നീ ഒരു അനുഗ്രഹമായിട്ട് മാറും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ വിളവുകൾ, നീ ആയിരിക്കുന്ന ഓരോ സ്ഥലങ്ങളിലേക്ക് സമൃദ്ധി വർഷിക്കുമെന്ന് ഈശോ നിന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. നിന്റെ അപ്പക്കൂട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. ഒരിക്കലും പ്രതിസന്ധികൾ, സാമ്പത്തിക പ്രതിസന്ധികൾ നിന്നെ സമീപിക്കുകയില്ല. സകല പ്രവർത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. ഓ ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ പ്രവൃത്തികളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടു കരങ്ങളും നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ, ഈശോയുടെ കുരിശിൻ്റെ ആഴത്തിൽ എല്ലാ നാരകീയ ശക്തികളെയും
അന്ധകാര സാന്നിധ്യങ്ങളെയും രോഗത്തിൻ്റെ ശക്തികളെയും ബിസിനസ് തകർച്ചകളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോയുടെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ കർത്താവായ ഈശോയെ ഞങ്ങളുടെ ഈ പ്രതിസന്ധികളിലേക്ക് ഇതിൻ്റെ കൃപ വർഷിക്കണമേ. യേശുനാമത്തിൻ്റെ ശക്തിയാൽ എല്ലാ തടസ്സങ്ങളും അസ്വസ്ഥതകളും പ്രതിസന്ധികളും നീങ്ങിപ്പോകട്ടെ.